ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സമാന്തര DCCയാണ് മറ്റത്തൂരിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നതെന്ന് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ. മറ്റത്തൂർ അട്ടിമറി BJPയുടെ തലയിൽ കെട്ടിവെക്കേണ്ടെന്ന് BJP നേതാവ് A. നാഗേഷ്. വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടാണ് കൈക്കൊണ്ടതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ലോകം. സംസ്ഥാനത്ത് DJ പാർട്ടികൾക്ക് കർശന നിയന്ത്രണം. രാത്രി മുഴുവൻ കർശന പരിശോധന. ചാവക്കാട് ലഹരിക്കടത്ത് സംഘത്തെ പോലീസ് തടഞ്ഞു. ഒരാൾ പോലീസ് പിടിയിലായി, 2 പേർ രക്ഷപ്പെട്ടു. കനാലിൽ ചാടിയ ഒരാളെ കണ്ടെത്താനായില്ല. തൃശൂർ കിഴക്കേക്കോട്ടയിൽ ബേക്കറിയിൽ അഗ്നിബാധ, 2 പേർക്ക് പൊള്ളലേറ്റു. ഗ്യാസ് സിലിണ്ടറിലെ ചോർച്ചയാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സൂചന. വാർത്തകൾ വിശദമായി. DCCയെ മാനിക്കാതെ സമാന്തര DCCയാണ് മറ്റത്തൂരിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നതെന്ന് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. കോൺഗ്രസ് പുറത്താക്കിയ TM ചന്ദ്രനെ സംരക്ഷിക്കുന്നത് ജോസ് വള്ളൂരാണെന്നും ഇവർ കുറ്റപ്പെടുത്തി. വർഷങ്ങളായി ഇവിടെ മണ്ഡലം കമ്മിറ്റി പ്രവർത്തിക്കുന്നില്ലെന്നും വൻ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായും ഇവർ ആരോപിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായ ശാലിനി ജോയ്, പുതുക്കാട് ബ്ലോക്ക് സെക്രട്ടറി നൌഷാദ് കല്ലുപറമ്പിൽ, പുതുക്കാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി VV പിയൂസ്, മറ്റത്തൂർ പഞ്ചായത്ത് കോൺഗ്രസ് പ്രവർത്തക തങ്കമണി മോഹനൻ, മുൻ പഞ്ചായത്ത് അംഗം ബെന്നി തൊണ്ടുങ്ങൽ എന്നിവർ പങ്കെടുത്തു. മറ്റത്തൂർ അട്ടിമറി BJPയുടെ തലയിൽ കെട്ടിവെക്കേണ്ടെന്ന് BJP എറണാകുളം മേഖലാ പ്രസിഡന്റ് A. നാഗേഷ്. BJP നൽകിയ പിന്തുണ കോൺഗ്രസിനല്ല, കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് എത്തിയ പഞ്ചായത്ത് അംഗങ്ങൾക്കാണ് പിന്തുണ നൽകിയത്. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച കത്ത് BJPക്ക് കിട്ടി. അതിനുശേഷമാണ് പിന്തുണ നൽകിയതെന്നും നാഗേഷ് പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് അംഗങ്ങൾ രാജിക്കത്ത് നൽകിയതിനു ശേഷമാണ് ഭാരതീയ ജനതാ പാർട്ടി സ്വതന്ത്രാംഗത്തെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ പിന്തുണച്ചിട്ടുള്ളത്. ഇപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയുടെ എതിരായി പറയുന്ന ആളുകൾ ഈ അംഗങ്ങൾ പ്രസിഡന്റായതിനു ശേഷം അധികാരം പങ്കിടാനോ അതിലേതെങ്കിലും സ്ഥാനമാനങ്ങൾ ആവശ്യപ്പെടാനോ അവരെ BJPയിലേക്ക് ക്ഷണിക്കാനോ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉമായി യാതൊരു ധാരണയ്ക്കും തയ്യാറല്ല. 25 വർഷക്കാലത്തെ മറ്റത്തൂരിലെ ആ ധൂർത്ത് ഭരണം അവസാനിപ്പിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി സ്വതന്ത്രന്മാരെ പിന്തുണച്ചത്. മറ്റത്തൂർ പഞ്ചായത്ത് വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടാണ് കൈക്കൊണ്ടതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മറ്റത്തൂരിൽ തക്ക സമയത്ത് അച്ചടക്ക നടപടികൾ കൈക്കൊണ്ടു. സമാനമായ രീതിയിലാണ് പാറളത്തും ചൊവ്വന്നൂരിലും നടപടിയെടുത്തത്. വല്ലച്ചിറയിൽ BJP അംഗം വോട്ട് അസാധുവാക്കിയത് കൊണ്ടാണ് CPM അംഗം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വല്ലച്ചിറയിലെ പ്രസിഡന്റിനെ രാജിവെപ്പിക്കാൻ CPM തയ്യാറാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. പാർട്ടിയുടെ നയങ്ങൾക്ക് വിപരീതമായി അവിടുത്തെ കോൺഗ്രസ് സംഘങ്ങൾ പ്രവർത്തിച്ച സാഹചര്യത്തിൽ അന്നേരം തന്നെ അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും DCC ജനറൽ സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ്, ആ അംഗങ്ങളെല്ലാവരെയും ഞങ്ങൾ പാർട്ടിയിൽ നിന്നും നടപടിയെടുത്ത് പുറത്താക്കിയിട്ടുണ്ട്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ജയിച്ചവരോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. സമാനമായ രീതിയിലാണ് ചൊവ്വന്നൂരിലും പാറളത്തും ഞങ്ങൾ നടപടി സ്വീകരിച്ചത്. എന്നാൽ സമാനമായ രീതിയിൽ നടന്ന വല്ലച്ചിറ പഞ്ചായത്തിൽ 6 സീറ്റുകൾ വീതമാണ് BJPക്കും CPM. അവിടെ LDFന്റെ 6 സീറ്റും NDAയുടെ 6 സീറ്റും അടക്കം അന്ന് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ BJPയുടെ 1ാം വാർഡ് മെമ്പർ അനിത ശൈലേന്ദ്രൻ അവരുടെ വോട്ട് അസാധുവായി മാറി. അത് ഞങ്ങൾ പറയുന്നത് അത് CPM-ഉമായുള്ള ഒത്തുകളിയാണ്. അത് BJP സ്വമേധയാ ഒരു വോട്ട് അസാധുവാക്കി CPM-നെ വിജയിപ്പിച്ച സാഹചര്യത്തിൽ ഈ ആദർശം പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും എത്രയും വേഗം
വല്ലച്ചിറ പഞ്ചായത്തിലെ പ്രസിഡന്റിൻ്റെ സ്ഥാനം രാജിവെപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന വിഭാഗതയുടെയും തെറ്റായ ചില പ്രവണതകളുടെയും ഫലമാണ് മറ്റത്തൂരിലുണ്ടായ സംഭവ വികാസങ്ങളെന്ന് കോൺഗ്രസ് പുറത്താക്കിയ TM ചന്ദ്രൻ പറഞ്ഞു. റോജി ജോൺ MLA-യുമായി നടത്തിയ ചർച്ചയിലൂടെ പാർട്ടി നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിയിൽ കുറെ നാളുകളായി നിലനിൽക്കുന്ന വിഭാഗീയതയുടെയും അതുപോലെ തന്നെ തെറ്റായ ചില പ്രവണതകളുടെയും അടിസ്ഥാനത്തിലാണ് മറ്റത്തൂരിൽ ഈ സംഭവ വികാസങ്ങൾ മുഴുവൻ ഉണ്ടാകാൻ കാരണമെന്ന് ഞങ്ങൾക്ക് പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ അതിനനുസൃതമായ ചർച്ചകളും നടപടികളും ഉണ്ടാകും എന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു ക്രിയാത്മകമായ നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നതെങ്കിൽ രാജി വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടി തീരുമാനങ്ങൾക്കും വഴങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് വ്യക്തമായി പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. അത്തരമൊരു അവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ട് എത്തിച്ചത് DCC പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ നേതാക്കന്മാരാണ്. ആ നേതാക്കളുടെ തെറ്റായ നടപടികളാണ് ഇത്തരം അവസ്ഥയിലേക്ക് എത്തിച്ചത്. പാർട്ടിക്ക് എത്രയേറെ അവമതിപ്പുണ്ടാക്കിയ ഈ വിഷയത്തിൽ ഇപ്പോഴും ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഒക്കെ വളരെ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ലോകം. സംസ്ഥാനത്ത് DJ പാർട്ടികൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. DJ പാർട്ടികളിൽ ഗുണ്ടകളോ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ളവരോ പങ്കെടുക്കുന്നില്ലെന്ന് സംഘാടകർ ഉറപ്പാക്കണം. അത്തരക്കാർ പാർട്ടിക്ക് വന്നാൽ ഉടൻ പോലീസിനെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. പാർട്ടികൾ സംഘടിപ്പിക്കുന്നവർ മുൻകൂട്ടി പോലീസിനെ അറിയിക്കണം. CCTV നിരീക്ഷണം ഉറപ്പാക്കണം. പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും പേര്, വിവരങ്ങൾ രേഖപ്പെടുത്തണമെന്നും നിർദ്ദേശങ്ങളിലുണ്ട്. മുൻ വർഷങ്ങളിൽ ആക്രമണങ്ങളും ഗുണ്ടകളുടെ ഇടപെടലുകളും ഉണ്ടായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. വൈകിട്ട് 4 മുതൽ രാത്രി മുഴുവൻ സംസ്ഥാന വ്യാപക വാഹന പരിശോധനയ്ക്കും DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതുപ്രതീക്ഷകളുമായി നവവർഷം. 21ാം നൂറ്റാണ്ടിന്റെ 25 വർഷം പിന്നിടുമ്പോൾ ഇന്നലകളുടെ ഓർമ്മത്തുടുപ്പുകൾ തന്നെയാണ് നാളേക്കുള്ള കരുതൽ. ഈ മഞ്ഞുകാലത്തിന്റെ ചിറകിലുണ്ട് പുതുവർഷത്തിലേക്കുള്ള സ്വാഗതഗാനം. നന്മയും കരുണയും നിറയുന്ന ഐശ്വര്യസമൃദ്ധമായ ഒരു പുതുവത്സരം പരസ്പരം ആശംസിക്കാം. ശുഭപ്രതീക്ഷകളുടെ പൊൻകിരണങ്ങളുമായി പുതിയ പ്രഭാതങ്ങളിലേക്ക് മിഴി തുറക്കാം. ഒത്തൊരുമയുടെ വർണ്ണ ചരടാണ് കേരളം എന്ന ദേശത്തെ കൂട്ടിപ്പിടിക്കുന്നത്. രാഷ്ട്രീയ ജാതി മത വ്യത്യാസങ്ങളുടെ അതിർവരമ്പുകളൊക്കെ നാടിനെ ചേർത്ത് പിടിക്കാൻ തടസ്സമായിട്ടില്ല. ഏതു പ്രതിസന്ധിയും അതിജീവിക്കാൻ നമുക്ക് കരുത്തുണ്ട്. സഹജീവി സ്നേഹത്തിന്റെ കാഹളം മുഴക്കി വേണം പുതുവർഷത്തിലേക്ക് ചുവടുവയ്ക്കാൻ. മാനവിക മൂല്യങ്ങളുടെ അടിത്തറയിലൂന്നി വേണം മുന്നോട്ടു പോകാൻ. പുതിയ കാലത്തിന്റെ കുളമ്പടിയൊച്ചകൾക്കൊപ്പമാണ് നമ്മുടെ സഞ്ചാരം. സമത്വബോധത്തിന്റെ, സാഹോദര്യ മനോഭാവത്തിന്റെ മഹത്തായ ആദർശങ്ങൾ എന്നും മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഒപ്പം പുതുകാലം നമുക്ക് മുന്നിൽ വയ്ക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കുകയും വേണം. ഹൃദയാർദ്രമായ ഉണർത്തുപാട്ടുകളിലേക്ക് ഓരോ പ്രഭാതവും പൊട്ടിവിടരട്ടെ. മനസ്സിന്റെ പൂമുഖത്ത് 7 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി നമുക്ക് പുതിയ വർഷത്തെ വരവേൽക്കാം. നവവത്സര ആശംസകളോടെ ന്യൂസ് ഡെസ്ക് TCV. ചാവക്കാട് ലഹരിയുമായി എത്തിയ 4 അംഗ സംഘത്തെ പോലീസ് തടഞ്ഞു. ഒരാൾ പോലീസ് പിടിയിലായി. 2 പേർ ഓടി രക്ഷപ്പെട്ടു. കനാലിൽ ചാടിയ ഒരാളെ കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ 7:30 സംഭവം. ഒഡീഷയിൽ നിന്ന് 4 അംഗ സംഘം കാറിൽ വരുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിൽ ഇവരെ കണ്ടെത്തുകയും ഇവരെ പിന്തുടരുകയുമായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുന്നതിനിടയിൽ ഇവരുടെ വാഹനം ചാവക്കാട് മുല്ലത്തറയിൽ വെച്ച് ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പാലത്തിന് മുകളിൽ വെച്ച് പോലീസ് ഇവരെ വളഞ്ഞു. ഇതോടെ ഒരാൾ കനാലിലേക്ക് ചാടി. ഒരാൾ പോലീസിന്റെ പിടിയിലുമായി. 2 പേർ ഓടി രക്ഷപ്പെട്ടു. 3 പേർ തൃശൂർ സ്വദേശികളും ഒരാൾ കൊല്ലം സ്വദേശിയുമാണ്. കനാലിൽ ചാടിയ ആളെ പരിക്കുകളോടെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് സിനിമാ സ്റ്റൈലിൽ പോലീസ് കീഴടക്കിയ പ്രതികളിൽ നിന്ന് പോലീസ് പിടികൂടിയത് 21 കിലോ കഞ്ചാവ്. കഞ്ചാവ് കടത്തിലെ പ്രധാന കണ്ണിയായ മടപ്രാവ് അനൂപിനെ പോലീസ് തിരയാൻ തുടങ്ങി. നാളുകൾ ഏറെയായി ഒഡീഷയിൽ ബന്ധങ്ങളുള്ള അനൂപ് മുൻപും വലിയ രീതിയിൽ കഞ്ചാവ് കടത്തുന്ന ആളെന്ന് പറയുന്നു. ഒഡീഷയിൽ നിന്ന് കഞ്ചാവുമായി കോയമ്പത്തൂരെത്തി അവിടെ നിന്ന് പൊള്ളാച്ചി വഴി ആലത്തൂരിൽ നിന്ന് പൊന്നാനി വഴി കടക്കുന്നതിനിടെയാണ് ഡാൻസ് ഓഫ് സംഘം പിന്തുടർന്നത്. അനൂപിനെ പിടികൂടുന്നതിനിടയിൽ 2 പോലീസുകാർക്ക് പരിക്ക് പറ്റിയിരുന്നു. ജില്ലയിലെ വിവിധയിടങ്ങളിൽ വിൽപ്പന നടത്തുവാനായിരുന്നു ഉദ്ദേശം.
തൃശൂർ കിഴക്കേക്കോട്ടയിൽ ബേക്കറിയിൽ അഗ്നിബാധ 2 പേർക്ക് പൊള്ളലേറ്റു. കിഴക്കുംപാട്ടുകര സ്വദേശി ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള പാപ്പം കട എന്ന ബേക്കറിയിലാണ് അഗ്നിബാധയുണ്ടായത്. ജീവനക്കാരായ വർഗീസ്, ഗീത എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ഗ്യാസ് സിലിണ്ടറിലെ ചോർച്ചയാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. കുന്നംകുളം കേച്ചേരിയിൽ മിനി ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് കൂനമുച്ചി കപ്പൂർ സ്വദേശികളായ കരുവാരക്കുന്നത്ത് വീട്ടിൽ ഷാഹിദ്, പത്തലിങ്ങൽ വീട്ടിൽ ഗഫൂർ, വെക്കത്ത് വീട്ടിൽ മിഥിലാജ്, തൈപ്പറമ്പിൽ വീട്ടിൽ ഹനാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച പുലർച്ചെ 12:30യോടെ ചിറനെല്ലൂർ വില്ലേജ് ഓഫീസിന് സമീപത്താണ് അപകടമുണ്ടായത്. പുത്തൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ഡ്രൈനേജ് നിർമ്മാണത്തിൽ നടക്കുന്ന അപാകതകൾ ചൂണ്ടിക്കാട്ടി നിർമ്മാണം തടഞ്ഞു. പുത്തൂർ പൌരസമിതി പ്രസിഡന്റ് ഹരിദാസ് മഠത്തിൽ, സെക്രട്ടറി ബിജി ബാലൻ, വൈസ് പ്രസിഡന്റ് ഷിജി കള്ളാടത്തിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തടഞ്ഞത്. പൌരസമിതി പ്രവർത്തകരും പങ്കെടുത്തു. പുത്തൂരിലെ BJP പ്രവർത്തകരായ സന്തോഷ് കാക്കനാട്ട്, TK ജയകുമാർ, കർഷക കോൺഗ്രസ് നേതാവ് മോഹനൻ കള്ളാടത്തിൽ, CPM പ്രവർത്തകനായ ഷലി കുറ്റിക്കാട്ടുപറമ്പിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയെ തുടർന്ന് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ചതിനു ശേഷം മാത്രം തുടരാമെന്നും ധാരണയിൽ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, വാർഡ് മെമ്പർ MM സേതുമാധവൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള ദ്വാദശി പണം സമർപ്പണം നടന്നു. ദ്വാദശി പാരായണം, ദ്വാദശി പണം സ്വീകരിക്കൽ എന്നിവയ്ക്ക് ശേഷം നടന്ന ദ്വാദശി ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഏകാദശി വ്രതം അനുഷ്ഠിച്ചവർ ദ്വാദശി ദിനത്തിൽ തീർത്ഥം കഴിച്ച് വ്രതം അവസാനിപ്പിക്കുവാനായി ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് റവന്യൂ ഇൻസ്പെക്ടർമാരായ PB ബിജു, A രഞ്ജിനി, ദേവസ്വം ബോർഡ് തിരുവില്ലാമല ഗ്രൂപ്പ് കമ്മീഷണർ KN ദീപേഷ്, ദേവസ്വം ഓഫീസർ G ശ്രീരാജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കാളമുറി സെന്ററിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി CJ പോൾസൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ് വടക്കേടത്ത് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷീബ സതീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CJ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. കൊണ്ടാഴി 10ാം വാർഡിലെ വലിയ കുളത്തിന് പുനരുജ്ജീവനമേകി വയലകം ഗ്രൂപ്പ് കൂട്ടായ്മ. കൊണ്ടാഴി 10ാം വാർഡ് കൂളിക്കുന്നിലുള്ള വലിയ കുളം പായലും ചണ്ടിയും കയറിയ നിലയിലായിരുന്നു. പ്രദേശത്തെ സഹൃദയർ വയലകം ഗ്രൂപ്പ് രൂപീകരിച്ച് കുളം ശുചീകരിക്കുന്നതിനുള്ള ശ്രമകരമായ ദൌത്യം ഏറ്റെടുക്കുകയായിരുന്നു. പഞ്ചായത്ത് അംഗം മുഹമ്മദ് നൌഫൽ കുളം ശുചീകരണ ഉദ്ഘാടനം നിർവഹിച്ചു. വലിയ കുളം വയലകം ഗ്രൂപ്പ് പ്രസിഡന്റ് ഷിഹാബ് മാങ്ങോട്ട് പീടികയിൽ അധ്യക്ഷനായിരുന്നു. രാജേന്ദ്രൻ, ട്രഷറർ സത്യൻ ഊരത്ത്, ഉണ്ണികൃഷ്ണൻ ചാഴിയോട്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. 1 ഏക്കർ 8 സെന്റ് വലുപ്പമുള്ള കുളമാണ് ഒരു ഗ്രാമത്തിന്റെ ഐക്യത്തിൽ ശുചീകരിച്ചിരുന്നത്. ചെമ്പുച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റ് സംഘടിപ്പിച്ച ത്രിദിന ക്യാമ്പ് സമാപിച്ചു. പ്രധാനാധ്യാപിക കൃപാകൃഷ്ണൻ, സീനിയർ ഗേഡറ്റുകളായ MG അനുരാഗ്, ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ഗേഡറ്റുകൾ ശാസ്താംബുവം ആനപ്പാന്തം ആദിവാസി ഉന്നതി സന്ദർശിച്ച് വിദ്യാഭ്യാസ അവകാശങ്ങൾ നിയമത്തെക്കുറിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ബോധവൽക്കരണം നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം AA റഫീഖ് ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുരസ്കാര നിറവിൽ നാടൻപാട്ട് കലാകാരിയും നടിയുമായ വസന്ത പഴയന്നൂർ.
ഭാരതീയ ദലിത് സാഹിത്യ അക്കാദമിയുടെ അംബേദ്കർ പുരസ്കാരം ഇത്തവണ വസന്ത പഴയന്നൂരിനാണ്. 20 വർഷത്തിലധികമായി സിനിമ, സീരിയൽ, സ്റ്റേജ് പരിപാടികൾ എന്നിവയിൽ രംഗത്ത് സജീവമാണ് വസന്ത പഴയന്നൂർ. പഴയന്നൂർ പടയോട്ടം ഫോക്ക് മ്യൂസിക് ബാൻഡിന്റെ അമരക്കാരി കൂടിയാണ്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. തപാൽ RMS ജീവനക്കാരുടെ 41ാം സംയുക്ത സംസ്ഥാന സമ്മേളനം ജനുവരി 2 മുതൽ 4 വരെ തൃശൂരിൽ നടക്കും. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന സമ്മേളനത്തിന് വെള്ളിയാഴ്ച പതാക ഉയരും. ശനിയാഴ്ച രാവിലെ 10 നടക്കുന്ന സമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ IB ശ്രീകുമാർ, VS സിനോജ്, KP പ്രസാദൻ, K. അതുൽ എന്നിവർ പങ്കെടുത്തു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ AITUC കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. എറിയാട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ ധർണ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് AD സുദർശനൻ അധ്യക്ഷത വഹിച്ചു. TP രഘുനാഥ്, PK റഷീദ്, സർഹാബി ഉമ്മർ, VA കൊച്ചുമൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പോലും കഷ്ടപ്പെടുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു നേരത്തെ ഭക്ഷണം അല്ലേ? നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിലും ദാരിദ്ര്യത്തിന്റെ കണിക. കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് കമ്മിറ്റിയുടെ 7ാമത് അവാർഡുകൾ തൃശൂരിൽ പ്രഖ്യാപിച്ചു. മമ്മൂട്ടിയാണ് മികച്ച നടൻ, കല്യാണി പ്രിയദർശനാണ് മികച്ച നടി. മാർച്ചിൽ തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി ഭാരവാഹികളായ MK ഇസ്മായിൽ, പ്രൊഫസർ US മോഹൻ, PM ഷെരീഫ്, VK മുരളി, ഹേമ ജെയിംസ് എന്നിവർ പങ്കെടുത്തു. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജിയേറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കുന്നംകുളത്ത് തുടക്കം. മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന കായികമേളയിൽ സർവകലാശാലയ്ക്ക് കീഴിലെ 125ഓളം കോളേജുകളിൽ നിന്നുള്ള കായിക താരങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. 1500-ലേറെ കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മേളയിൽ പുരുഷ വനിത വിഭാഗങ്ങൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗവും മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ജനുവരി 2 കായികമേള അവസാനിക്കും. സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. രഞ്ജിത്ത് കൈപ്പിള്ളി, ടെസി ജോസ്, നൂർജഹാൻ നവാസ്, AM ബിജു, ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവർ സംസാരിച്ചു. എറിയാട് കേരളവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ലഹരിക്കെതിരെ ജാഗ്രതാ ജ്യോതി തെളിയിച്ചു. കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വൈസ് ചെയർപേഴ്സൺ സുമിത നിസാബ്, NSS പ്രോഗ്രാം ഓഫീസർ KS ആരതി, AB നിഷ തുടങ്ങിയവർ പങ്കെടുത്തു. പുരോഗമന കേരളം അതിജീവിതയ്ക്കൊപ്പം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുരോഗമന കലാസാഹിത്യ സംഘം കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി കൂട്ടായ്മ സംഘടിപ്പിച്ചു. KJ ഷൈൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സുധീഷ്
അധ്യക്ഷത വഹിച്ചു. TAE ഇക്ബാൽ, K രമ, അജിത ടീച്ചർ, UK സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. അങ്ങനെ ഔപചാരികമായി ഏറ്റവും അവസാനത്തെ ആ നീതിക്ക് പകരം നീതി ലഭിച്ചാൽ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ വ്യാപാരോത്സവമായ ദേശീയ സരസ് മേള ജനുവരി 2 മുതൽ 11 വരെ ചാലിശ്ശേരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലിശ്ശേരി മുലയംപറമ്പ് മൈതാനത്തും സമീപത്തും ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക വേദിയിലാണ് മേള നടക്കുന്നത്. കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 250 പ്രദർശന വിപണന സ്റ്റാളുകൾ, കരകൌശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, ഗൃഹോപകരണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം വിൽപ്പനയും നടക്കും. ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി മുല്ലശ്ശേരി ഹിന്ദു UP സ്കൂളിൽ നടന്ന ചാവക്കാട് താലൂക്ക് തല അക്ഷരോത്സവം സമാപിച്ചു. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം VV ചിദംബരൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി KA വിശ്വംഭരൻ, ജോയിന്റ് സെക്രട്ടറി PG സുബിദാസ്, മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KB ഷിജു തുടങ്ങിയവർ സംസാരിച്ചു. ജനുവരി 2 മുതൽ 11 വരെ ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവു മൈതാനത്ത് അരങ്ങേറുന്ന ദേശീയ സരസമേളയ്ക്ക് കവാടങ്ങൾ ഒരുക്കുന്നത് സംസ്ഥാന അവാർഡ് ജേതാവ് അജയൻ ചാലിശ്ശേരി. മേളയിലെ പ്രധാന പവിലിയനുകളുടെ കവാടങ്ങളുടെ ഡിസൈൻ, പ്രൊഡക്ഷൻ ചുമതല എന്നിവ അജയൻ ചാലിശ്ശേരിക്കാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ഏകദേശം 25ഓളം കലാകാരന്മാരാണ് രാവും പകലുമായി നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ ആർട്സ് വിഭാഗത്തിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്തോടുകൂടിയാണ് അജയൻ ചാലിശ്ശേരി ഈ ദൌത്യത്തിന് നേതൃത്വം നൽകുന്നത്. എടത്തുരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ 10ാമുദയ വേലാഘോഷം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് തരനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാത്രിയിൽ നടന്ന സാന്ദ്ര നന്ദലയം നന്ദാഗോവിന്ദം ഭജൻസ് ആസ്വദിക്കാൻ നിരവധി പേർ എത്തിയിരുന്നു. നമ്മളെല്ലാവരുടെയും തന്നിരിക്കുന്നത് നമ്മുടെ എടത്തുരുത്തി അയ്യപ്പൻകാവിന്റെ തപസ്യ കലാസാഹിത്യ വേദി തൃപ്രയാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃപ്രയാർ SNDP യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ആദരണീയം സംസ്ഥാന സെക്രട്ടറി നീലാംബരൻ ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ യൂണിറ്റ് പ്രസിഡന്റ് ബിന്നി അറക്കൽ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ സന്ധ്യ അറക്കൽ, മുനി പരമസാര ബിന്ദു, തപസ്യ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്ട്, ജയപ്രകാശ് ശർമ്മ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്തിലെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ ഡോക്ടർ ജസ്ന മരിയ പദ്ധതി വിശദീകരണം നടത്തി. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബൈജു ഫ്രാൻസിസ്, അഗ്രികൾച്ചർ അസിസ്റ്റന്റ് വി സ്വപ്ന, പഞ്ചായത്ത് മെമ്പർമാരായ ഷീന സാബു, ബദുൽ സൈമൺ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബം എന്നതിന്റെ ആസ്പദമാക്കി കൊണ്ട് നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ കൂട്ടിയിട്ട് ഇതിന്റെ ഉദാഹരണം എന്താ വെച്ചാൽ എന്റെ ടെറസിന്റെ മുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ കമ്പിടി തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജെയിംസ് വടക്കോട്ട് തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ജനുവരി 4 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ജനറൽ കൺവീനർ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ ആന്റണി ജോസഫ്, അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽവിൻ, ട്രസ്റ്റിമാരായ ജെയിംസ് AC, ജോഷി തോമസ്, പബ്ലിസിറ്റി കൺവീനർ P റിജോ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
പഴയന്നൂർ കല്ലമ്പറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് ഭക്തിസാന്ദ്രമായി. പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, കല്ലുവഴി രാധാകൃഷ്ണന്റെ പ്രാമാണിത്വത്തിൽ പാണ്ടിമേളം, മട്ടന്നൂർ ശ്രീരാജന്റെ തായമ്പക എന്നിവ നടന്നു. തിളച്ച എണ്ണയിൽ നിന്ന് കൈകൊണ്ട് അപ്പം വാരിയെടുത്ത് ഭഗവാന് നിവേദിക്കുന്ന ചടങ്ങിന് സാക്ഷിയായവൻ ഭക്തജന തിരക്കായിരുന്നു. വടക്കാഞ്ചേരി പ്രസ് ക്ലബ് വാർഷിക പൊതുയോഗം നടന്നു. പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോണി ചിച്ചിലപ്പള്ളി, ട്രഷറർ പി അരുൺദാസ്, ശശികുമാർ സക്രിയനോട് പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി അജീഷ് കർക്കിടത്തിനെയും സെക്രട്ടറിയായി ജോണി ചിച്ചിലപ്പള്ളിയെയും തെരഞ്ഞെടുത്തു. പി അരുൺദാസ് വരണാധികാരിയായി. സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് നമസ്കാരം. തലോർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര പുണർദം തിരുവുത്സവത്തിന് തുടക്കമായി. തിരുവുത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സന്ധ്യ കെ രാഹുൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം സേവാ സമിതി പ്രസിഡന്റ് ഇ ബി കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സി ദേവദാസ്, പി എൻ പ്രകാശൻ, എ ജി രാജേഷ്, പി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സൈക്കിൾ യാത്രാ വാരത്തോടനുബന്ധിച്ച് ഞായറാഴ്ച ജീവഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ സൈക്കിളോട്ട മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരൂരിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്കിൾ യാത്രയ്ക്ക് ബുധനാഴ്ച വൈകിട്ട് 5-ന് മഞ്ജുളാൽ പരിസരത്ത് സ്വീകരണം നൽകും. ഭാരവാഹികളായ ഡോക്ടർ പി എ രാധാകൃഷ്ണൻ, രവി ചക്കത്ത്, പി ശിവദാസൻ, പി ഐ സൈമൺ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 25 വർഷമായിട്ട് എല്ലാ വർഷവും ജനുവരി ആദ്യ ഞായറാഴ്ച മുതൽ 2000 ഉദ്ഘാടനം ACP പ്രേമാനന്ദകൃഷ്ണനാണ് ഗുരുവായൂരിലാണ് യാത്രയിലുണ്ടാവുക. ഈ യാത്ര എന്തിനാണ് നടത്തുന്നത് ചോദിച്ചാൽ ഒരു മത്സരം എന്നല്ലാതെ അത് ജനങ്ങളെ സൈക്കിൾ ചവിട്ടാൻ പ്രോത്സാഹിപ്പിക്കും. കുന്നംകുളം പിണ്ടിപ്പെരുന്നാൾ ജനുവരി 5, 6 തീയതികളിൽ ആഘോഷിക്കും. പിണ്ടിപ്പെരുന്നാൾ നടത്തിപ്പിനായി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ അനുവദിക്കാൻ കുന്നംകുളം കൌൺസിൽ യോഗം തീരുമാനിച്ചു. ജനുവരി 5-ന് പെരുന്നാൾ ആഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. നഗരസഭാ പരിധിയിലെ 5 കേന്ദ്രങ്ങളിൽ പെരുന്നാളിനോടനുബന്ധിച്ച് കവാടങ്ങൾ സ്ഥാപിക്കും. യോഗത്തിൽ ചെയർപേഴ്സൺ സൗമ്യ അനിൽ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ ബന്ധക്കുസ് ദൈവസഭ കുന്നംകുളം സെന്റർ ഗോൾഡൻ ജൂബിലി കൺവെൻഷൻ ജനുവരി 1 മുതൽ 4 വരെ പോർക്കുളം രഹബോത്ത് നഗറിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു. നാളെ വൈകിട്ട് 6 മണിക്ക് സെന്ററിൽ പാസ്റ്റർ സാം വർഗീസ് ഉദ്ഘാടനം ചെയ്യും. 3-ന് കാലത്ത് 11:30 മുതൽ 1:30 വരെ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് പാസ്റ്റർ സാം വർഗീസ്, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ കെ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം സെന്റ് ഗ്രിഗറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ 57ാമത് സ്ഥാപന പെരുന്നാൾ ആഘോഷിച്ചു. ഡോക്ടർ ഗി വർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാദോപാസന സ്വാതി തിരുനാൾ നൃത്ത സംഗീതോത്സവവും അഖിലേന്ത്യാ സ്വാതി തിരുനാൾ കർണാടക സംഗീത മത്സരവും ഏപ്രിൽ 9 മുതൽ 12 വരെ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മത്സരാർത്ഥികളെ ജനുവരി 25-26 തീയതികളിൽ ഓൺലൈനായി തെരഞ്ഞെടുക്കും. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായാണ് കർണാടക സംഗീത മത്സരം നടക്കുക. വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ നൽകും. ഭാരവാഹികളായ ഗോപകുമാർ, സോണിയാഗിരി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
തുമ്പൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ മഹോത്സവം ജനുവരി 6 മുതൽ 13 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. ജനുവരി 6 വൈകിട്ട് ക്ഷേത്രോത്സവത്തിന് കൊടിയേറും. ഉത്സവ ദിനമായ 12 ക്ഷേത്ര പൂജകൾക്ക് ശേഷം വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി വരവുകൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. ഭാരവാഹികളായ MT രവി, CV രഘു, CA വാസവൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ മികച്ച ആനപ്പാപ്പന്മാർക്കായി കൂട്ടുകൊമ്പന്മാർ എലഫന്റ് വെൽഫെയർ ഫോറം നൽകിവരുന്ന 12ാമത് ഗജേന്ദ്ര സേവരത്നം പുരസ്കാരത്തിന് മാരാരിക്കുളം റെജി എന്ന ആനപ്പാപ്പൻ അർഹനായി. നിലവിൽ 19 വർഷമായി ആലപ്പുഴ ജില്ലയിലെ കൂളമാക്കിൽ പാർത്ഥസാരഥി എന്ന ഗജവീരന്റെ 1ാം പാപ്പനാണ് റെജി. 15,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വാണിജ്യം. പ്രമുഖ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനമായ വൈറ്റ് സ്മോക്കിന്റെ പുതിയ ഓഫീസ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. 13 വർഷത്തിലേറെ കാലത്തെ പ്രവർത്തന പാരമ്പര്യവുമായി തൃശൂർ ഷൊർണൂർ റോഡിൽ തെക്കരയിൽ പ്ലാസയുടെ 3ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച വൈറ്റ് സ്മോക്കിന്റെ ഓഫീസ് ആശീർവാദ കർമ്മം ഫാദർ ഡേവിഡ് ഫ്രാൻസിസ് പേരാമംഗലവും ഉദ്ഘാടനം സ്ഥാപന ഉടമ ജിൻഡോ തെക്കിനിയത്തിന്റെ മാതാവ് ജെസി ആൻഡോ തെക്കിനിയത്തും നിർവഹിച്ചു. ഡയറക്ടർമാരായ ജിൻഡോ തെക്കിനിയത്ത്, ഫെമി ഫ്രാൻസിസ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. ഇന്ത്യ മുഴുവൻ സ്റ്റേജ് ഷോ വർക്കുകൾ, വിവിധ സ്റ്റേജുകളിൽ ഒരേ സമയം നടക്കുന്ന സ്കൂൾ ആനുവൽ ഡേ പ്രോഗ്രാമുകൾ, 3000 പേർ അണിനിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നാടകമായ മൊറോ കാസ, ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച തൃശൂർ അതിരൂപത സംഘടിപ്പിക്കുന്ന ബോൺ നത്താല എന്നിവയുടെ ഡയറക്ടർ കൂടിയാണ് ജിൻഡോ തെക്കിനിയത്ത്. ഡൽഹി, ഗുജറാത്ത്, രാജസ്ഥാൻ, ചെന്നൈ തുടങ്ങി ഇന്ത്യ മുഴുവൻ വിവിധ ഭാഷകളിൽ 200ഓളം വിദ്യാലയങ്ങളിൽ ആനുവൽ ഷോകൾ ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് ശ്രദ്ധേയമായിരിക്കുകയാണ് ജിൻഡോ തെക്കിനിയത്തിന്റെ ഉടമസ്ഥതയിലുള്ള വൈറ്റ് സ്മോക്ക് ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം. കൂടാതെ മാരേജ് ഫംഗ്ഷൻസിലെ ഗ്രാൻഡ് ഓപ്പണിംഗ്, ഡാൻസിംഗ്, കോറിയോഗ്രാഫി തുടങ്ങിയ എല്ലാത്തരം ഇവന്റ് മാനേജ്മെന്റ് പ്രോഗ്രാമുകളും ഉത്തരവാദിത്തത്തോടെ ചെയ്തു വരുന്നു. സിനിമാ സംവിധായകൻ കൂടിയാണ് ജിൻഡോ തെക്കിനിയത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 7012468150. സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,455 രൂപ, പവന് 99,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സമാന്തര DCCയാണ് മറ്റത്തൂരിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നതെന്ന് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ. മറ്റത്തൂർ അട്ടിമറി BJPയുടെ തലയിൽ കെട്ടിവെക്കേണ്ടെന്ന് BJP നേതാവ് A. നാഗേഷ്. വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് കൈക്കൊണ്ടതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം. സംസ്ഥാനത്ത് DJ പാർട്ടികൾക്ക് കർശന നിയന്ത്രണം. രാത്രി മുഴുവൻ കർശന പരിശോധന. ചാവക്കാട് ലഹരിക്കടത്ത് സംഘത്തെ പോലീസ് തടഞ്ഞു. ഒരാൾ പോലീസ് പിടിയിലായി, 2 പേർ രക്ഷപ്പെട്ടു. കനാലിൽ ചാടിയ ഒരാളെ കണ്ടെത്താനായില്ല. തൃശൂർ കിഴക്കേക്കോട്ടയിൽ ബേക്കറിയിൽ അഗ്നിബാധ, 2 പേർക്ക് പൊള്ളലേറ്റു. ഗ്യാസ് സിലിണ്ടറിലെ ചോർച്ചയാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സൂചന. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.